നമസ്കാരം സാറേ. നമസ്കാരം ലജീസേ. അപ്പോൾ സാറേ, നമ്മൾ പ്രോട്ടീൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ഹോർമോൺസിനെ പറ്റി, പ്ലാന്റ് ഹോർമോൺസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം അബ്സോർബ് ചെയ്യണമെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ഇടയിൽ നിൽക്കുന്ന ഒരു ഇടനിലക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം വൈറ്റമിൻസ്. അതെ. അപ്പോൾ മനുഷ്യന് പല വൈറ്റമിൻസ് പറഞ്ഞാൽ പല ഒരു സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ ജീവനുള്ള ചെടികൾക്കും ഈ വൈറ്റമിൻസ് അത് അത്രയധികം പ്രാധാന്യമുള്ളതല്ലേ? അതെ 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 അതെ. അപ്പം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നു കഴിയുമ്പോൾ വൈറ്റമിൻസ് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഈ വൈറ്റമിൻസ് പല കാര്യങ്ങൾക്കും ആവശ്യമുണ്ട്. ചെടിയെ സംബന്ധിച്ച് പല വൈറ്റമിൻസ് വേണമെങ്കിൽ തന്നെ മെയിനായിട്ട് വൈറ്റമിൻ B1 ഉണ്ടല്ലോ, B1, B3, B6, B9 അതാണ് മെയിനായിട്ട് വേണ്ടത്. ഇതോടെ വൈറ്റമിൻ C ഇങ്ങനെ കുറേ ഇത് വേണം. അപ്പോൾ ഇത് കൊടുക്കുമ്പം നമ്മുടെ വൈറ്റമിൻ B6 അല്ലെ B9 ഒക്കെ പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അത് നമ്മൾ നോക്കുക. ഇത് നമുക്ക് വേണ്ട സമയത്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ വൈറ്റമിൻ കൊടുക്കുന്ന പോലെ തന്നെ അതിനൊപ്പം വേണ്ടുന്ന എലമെൻസും കൊടുക്കുക, ന്യൂട്രിയൻസും കൊടുക്കുക. ഇത് കൊടുത്താൽ നല്ല ഫ്ലവറിങ്ങും സെറ്റിങ്ങും വരത്തുള്ളൂ. ഈ സമയത്ത് കണ്ടേക്കുന്നത് B6 ഡെഫിഷ്യൻസി, അതായത് ബിയുടെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി പലയിടത്തും കാണുന്നുണ്ട്. അപ്പം ഈ ബി ചേരുന്ന B1, B3, B6, B9 ഏതാണ് നമ്മൾ നോക്കുക. B6 ആണ് നമ്മൾ കൊടുക്കുന്ന, പലരും ചെയ്തിട്ടുമുണ്ട്, റിസൾട്ട് കിട്ടുന്നുമുണ്ട്, അത് കൊടുക്കുക. ഒപ്പം ന്യൂട്രിയൻസ് കൊടുക്കണം. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞെങ്കിൽ പോലും പറയുവാണ്, ഇതിനൊപ്പം ഇപ്പോൾ ഡെഫിഷ്യൻസി കാണിക്കുന്നതാണ് നമ്മുടെ ഗ്ലൂട്ടാമിക് ആസിഡ്, ഈ സാധനങ്ങളും നമ്മൾ ചേർത്ത് പോകാനായിട്ട് കൊടുക്കുക. ഇത് കൊടുത്തില്ലെങ്കിൽ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ C നമ്മളിപ്പം പലരും ചെയ്യാത്തൊരു കാര്യമാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഈ അമിനോ ആസിഡ്സൊക്കെ ഉണ്ടാക്കുമായിരുന്നു വീട്ടിൽ, മുട്ടയൊക്കെ വെച്ച്. അന്നേരമൊക്കെ ചെറുത് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ വൈറ്റമിൻ Cയും വൈറ്റമിൻ ബിയുടെ ആ കോംപ്ലക്സുകളുണ്ട്, അതായത് B9 വരെ വരുന്നത്, ആ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒപ്പം തന്നെ ഇതിൻ്റെ കുറവും നമ്മൾ പരിഹരിച്ച് പോവുക. പിന്നെ ഇത് ചേർന്ന് വരുന്ന സാധനങ്ങളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് സ്പെസിഫിക്കായിട്ട് ഒരു പ്രോഡക്റ്റ് മാത്രമാണ് എടുത്ത് പറയാം. അല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞു പോകുന്നത്.